ഇന്നൊരു ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചതാണ്. കുറച്ച് മതി, ഓരോ കഷ്ണം ഇഞ്ചിയും ഒരു കുടത്തിൽ പകുതി എടുത്തിട്ട് അതിൻ്റെ അത്രയും വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മീറ്റ് മസാലപ്പൊടി. ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കണം. വെള്ളം എത്ര വേണം? അരി വെള്ളം തന്നെയാണ് നമ്മൾ ബിരിയാണിക്ക് എടുക്കുന്നത്. അതുകൊണ്ട് വെള്ളം കുറച്ച് കൊണ്ടതിൽ കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ചൂടായ എണ്ണയിലോട്ട് ഒരു കഷ്ണം പട്ടയും ഒരു 2 ഗ്രാമ്പൂ, 2 ഏലക്ക, പിന്നെ സ്റ്റാർ പോലത്തെ സംഭവം അത് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പെരുംജീരകം, ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് കൊടുക്കണം. ഇതിലോട്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കണം. കാര്യം മക്കൾക്കൊക്കെ തിന്നണ്ടോണ്ടേ എരിവാണെങ്കിൽ അവർ കഴിക്കത്തില്ല. അതുകൊണ്ട് ഒറ്റ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബീഫ് വേവിച്ചപ്പോൾ അതിനകത്ത് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഒന്നര കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനൊരു വലിയ 5 സവാള എടുത്തേക്കുന്നത്. ബിരിയാണി കുറച്ച് ഗ്രേവിയൊക്കെ ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ല. അപ്പം കുറച്ച് സവാള കുറച്ചധികം എടുക്കും. ഇത് സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ബിരിയാണിക്കൊന്നും ഒത്തിരി അങ്ങ് വഴണ്ട ആവശ്യമില്ല. സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ആ നേരത്ത് നമ്മൾ പൊടി ഐറ്റംസ് ഒന്ന് റെഡിയാക്കാവേ. ഇത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി മതിയെ, ഒരു ടീസ്പൂണ്, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് മീറ്റ് മസാലപ്പൊടിയാണേ, പിന്നെ ഇത് ബിരിയാണി മസാല. ഇത്രയും കൂടെ എടുത്ത് നമ്മൾ ആ മസാലയ്ക്കകത്തോട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. പൊടി ഐറ്റംസിൻ്റെ പച്ചമണം ഒന്ന് മാറ്റി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് തക്കാളി ഇട്ട് കൊടുക്കണേ. ഇതിലോട്ട് കുറച്ച് പുളിയില്ലാത്ത തൈര് ഒഴിച്ച് കൊടുത്ത് ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫ് നമ്മൾ ഇതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബീഫ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യാണ്. നെയ്യ് നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ കുറച്ച് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കണം. സാധാരണ നമ്മൾ ചോറിൻ്റെ മുകളിലല്ലേ ഇതെല്ലാം കൂടെ ഇടുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഈ ബീഫിനകത്തൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മസാലയ്ക്കകത്തൂടെ കുറച്ച് ഇലയും ഞമിലിയും ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചാൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ ബിരിയാണിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇടാനുള്ള സാധനങ്ങളാണ് പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം, കുരുമുളക്, ഏലക്ക. ഇത്രയും കൂടെ ആ വെള്ളത്തിലോട്ടിട്ട് കൊടുക്കണേ. നമ്മളപ്പോൾ ബിരിയാണിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച് വെള്ളം ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചാൽ ഈ ഐറ്റങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കണേ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ചാൽ പിന്നെ നമ്മൾ ഊറ്റി കളയുമ്പോൾ അതല്ലേ ഈ വെള്ളത്തിൻ്റെ കൂടെ പോകത്തില്ല. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തില്ലായിരുന്നു. അരി ഇട്ടതിന് ശേഷം ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാഷ്യൂവും കിസ്മിസും നമ്മൾ നെയ്ക്കകത്ത് തന്നെ വറുത്തെടുക്കണേ. ഈ സവാള ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല ബ്രൗൺ കളറായിരിക്കും സവാള.
അപ്പോൾ അരി കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ ഊറ്റിയെടുക്കാം. നമ്മൾ ആദ്യം ഏത് പാത്രത്തിലാണോ ബിരിയാണി സെറ്റ് ചെയ്യുന്നത് അതിലിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരുന്നില്ല ബീഫ് മസാലയിലോ അതെല്ലാം കൂടെ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ മസാലയുടെ മുകളിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, പൊടിപൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ നമ്മുടെ കിസ്മിസ്, കാഷ്യൂനട്ട്, സവാള വറുത്തത്, പഞ്ചസാര ഇട്ട് കൊടുത്തോണ്ട് നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട് സവാള. ഇത് പുതിനയില, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, എസൻസിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ബിരിയാണി മസാല ഇട്ടത് കേട്ടോ. ഒഴിച്ച് നെയ്യ് കുറച്ച് നല്ലതായിട്ടാണ് ഒഴിച്ച് വെക്കണേ. നമ്മൾ അടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നേ മസാല. ഇത് അടച്ച് വെച്ച് മുകളിലൊരു വെയിറ്റും കൊടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് നമുക്കതൊന്ന് സിമ്മിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാവേ. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ വെച്ചിട്ട്. തുറന്നപ്പോൾ നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ അടിപൊളിയായിട്ടുള്ള ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ.